ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ക്യൂട്ടാട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അതായത് നമ്മൾ ഈ സീസണിൽ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ 5ാമത്തെ ഭാഗമാണ് കേട്ടോ. അതായത് 5ാമതായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസറാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ 4 എപ്പിസോഡിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പ്ലാന്റിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള, പ്ലാന്റ് നല്ല ഉഷാറാകാനും നിറയെ റൂട്ടുകൾ വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പ്ലാന്റ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോണത് ഫ്ലവർ ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഫെർട്ടിലൈസർ ഏതാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്കും കൂടെ തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ മിറാക്കിൾ മിക്സ് എന്ന് പറയുന്ന ഒരു NPK വളമാണ് കേട്ടോ. അതായത് 13-27-27 എന്നാണ് റേഷ്യോ വരുന്നത്. 13 നൈട്രജനും 27 പൊട്ടാഷ്യം, അടുത്ത 27 ഫോസ്ഫറസും ആണ് കേട്ടോ. ഇതിൽ പൊട്ടാഷിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് കൂടുതലായതിനെ കൊണ്ട് തന്നെ ഫ്ലവർ ഇടാൻ വളരെയധികം സഹായിക്കും കേട്ടോ. ഇത് 100 ഗ്രാമിന് 85 രൂപയാണ് റേറ്റ് വരുന്നത്. എല്ലാ അഗ്രോ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ഈ ഫെർട്ടിലൈസർ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് നല്ലൊന്ന് ഉഷാറാവട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫെർട്ടിലൈസർ കട്ടയായി പോയിട്ടുണ്ട്. ഞാനതൊരു സ്പൂൺ കൊണ്ട് തല്ലി തകർത്തിട്ടാണ് അളവെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സ്പൂൺ നിറയെ ഫെർട്ടിലൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 സ്പൂണൊക്കെ മതിയാകും കേട്ടോ. അതെ, നമ്മുടെ സ്പ്രേ ബോട്ടിലിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത്ര ഒരു പവറിൽ സ്പ്രേ വരുന്നില്ല. അപ്പം അതിനുകൊണ്ട് നമ്മൾ 1 ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഈ ഫെർട്ടിലൈസർ. അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റിനും എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഫെർട്ടിലൈസർ തന്നെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ പൂക്കൾ കുറേ കാലമായിട്ട് പൂക്കളില്ലാണ്ട് നിൽക്കുന്ന ഓർക്കിഡൊക്കെ ആണെങ്കിൽ, ഡെൻഡ്രോബിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസം ഇടവിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു 4-5 പ്രാവശ്യമൊക്കെ കൊടുക്കുമ്പോഴേക്കന്നെ അതിൽ സ്പൈക്കൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഈ സെയിം ഫെർട്ടിലൈസർ തന്നെ ഞാനൊരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ചിലപ്പോൾ ഞാൻ ചെയ്യൂല കേട്ടോ. ഞാൻ അടുത്ത ആഴ്ച കഴിഞ്ഞ് അടുത്ത വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾക്ക് 5 ദിവസം ഇടവിട്ടിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അങ്ങനെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.